നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാലം ഒരു അത്ഭുത വാക്കാണ്. ജീവിതത്തെ പല വിധത്തിലാണത് രൂപപ്പെടുത്തുന്നത്, മാറ്റിപ്രതിഷ്ഠിക്കുന്നത്, തകിടം മറിക്കുന്നത്. അത് എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നേടാനും കളയാനും കരയാനും ചിരിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ കാലം നമ്മളെ വേണ്ട വിധം മിനുക്കുകയും വേണ്ടാത്ത വിധം രൂപമാറ്റം വരുത്തുകയും ചെയ്യും. അത് മനസ്സിലാക്കി ബുദ്ധിപരമായി ജീവിക്കേണ്ടത് നമ്മളാണ്. നടൻ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ അഭിനയ ജീവിതവും സ്വഭാവ വ്യതിയാനവും അതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോളിളക്കങ്ങളും കോലാഹലങ്ങളുമാകട്ടെ ഈ എപ്പിസോഡ്. സീരിയലുകളിലെയും സിനിമയിലെയും ചില നടന്മാരും നടിമാരുമൊക്കെ മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനമോടിച്ച് റോഡിൽ പ്രശ്നമുണ്ടാക്കുന്ന രംഗങ്ങൾ ഇപ്പോൾ സ്ഥിരം ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ചില നടിമാർ അടിച്ച് ഫിറ്റായി വാഹനത്തിൽ വന്ന് തെരുവിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു തോന്നിയിരുന്നത്. സെലിബ്രിറ്റികളായ സ്ത്രീകൾ മദ്യപിച്ച് തെരുവിൽ ബഹളമുണ്ടാക്കുന്നത് ഞാനെങ്ങും എന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്നാൽ ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. സാധാരണ ഒരു വാഹന അപകടമുണ്ടായാൽ ആള് കൂടുക എന്നത് സ്വാഭാവികമാണ്. അതൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അതപ്പോൾ തന്നെ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യും. അവിടെ കിടന്ന് ഈ സെലിബ്രിറ്റി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മുഴുവൻ ജനങ്ങൾ കാണുകയാണ്. ഇക്കാര്യത്തിൽ സെലിബ്രിറ്റികളായ നടന്മാരിൽ ചിലരെങ്കിലും സ്ത്രീകളെക്കാൾ ഒരു പടി മുന്നിലാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു നടൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും അതിനും കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു IAS ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ലക്ക് കെട്ട് കാറോടിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ ഇടിച്ചു കൊന്നതുമൊക്കെ ആരും മറന്നു കാണില്ലല്ലോ. ഇപ്പോഴിതാ കോട്ടയത്ത് ഒരു സെലിബ്രിറ്റി വഴിയാത്രക്കാരനായ ഒരു പാവം ലോട്ടറി വിൽപ്പനക്കാരന്റെ ജീവൻ എടുത്തിരിക്കുന്നു. കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിനടുത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. മദ്യപിച്ച് ലക്ക് കെട്ട് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കാർ ഓടിച്ചു വരുമ്പോഴായിരുന്നു അപകടം. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിയും മുട്ടിയും എന്ന ജനപ്രിയ പരമ്പരയിലെ കണ്ണൻ എന്ന കഥാപാത്രമായി അഭിനയിച്ച സിദ്ധാർത്ഥ് പ്രഭുവാണ് ഈ സംഭവത്തിലെ കഥാനായകൻ. നന്നേ ചെറുപ്രായത്തിൽ തന്നെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ബാലതാരമായിരുന്നു സിദ്ധാർത്ഥ്. തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിൽ മഞ്ജു പിള്ളയുടെയും ജയകുമാറിന്റെയും 2 മക്കളായിരുന്നു കണ്ണനും മീനാക്ഷിയും. സീരിയലിലെ പോലെ തന്നെ ഇവർ ജീവിതത്തിലും സഹോദരി സഹോദരന്മാരായിരുന്നു. സിദ്ധാർത്ഥ് പ്രഭു ഈ പരമ്പരയിലൂടെ ഒരു നടനെന്ന നിലയിൽ പേരെടുക്കുകയും പിന്നീട് സിനിമകളിലും സീരിയലുകളിലുമൊക്കെ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും എന്ന ഹിറ്റ് പരമ്പരയിൽ അഭിനയിക്കാൻ അവസരവും ലഭിച്ചു. സിദ്ധാർത്ഥ് പ്രഭു ഉപ്പും മുളകും എന്ന പരമ്പരയിലേക്ക് കടന്നു വരുമ്പോൾ ഉപ്പും മുളകും അതിന്റെ പ്രതാപകാലം കുറെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയമാണ്. ഉപ്പും മുളകിലെ ബാലുവും നീലുവും കുട്ടികളുമൊക്കെ പ്രഥമ ദൃഷ്ടിയ സന്തോഷപൂർവ്വം നമ്മുടെ മുൻപിൽ അഭിനയിച്ചുവെങ്കിലും കാലം കുറെ പിന്നിട്ടപ്പോൾ അവരൊക്കെ തമ്മിലുള്ള അന്തർധാര അത്ര സജീവമല്ലായിരുന്നു. ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉടലെടുത്തപ്പോൾ അതൊരു കുടുംബത്തുള്ള പ്രശ്നമായി അവിടെ ഒതുങ്ങി നിന്നു. എന്നാൽ കാലക്രമേണ പൊതുമധ്യത്തിൽ വിഴുപ്പലക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിൽ ആദ്യത്തെ പ്രശ്നം ആരംഭിക്കുന്നത് അതിലെ സംവിധായകനുമായി നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിശാ സാരംഗിയുമായിട്ടാണ്. ഇക്കാര്യത്തിൽ സംവിധായകന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച, അതായത് നടിയോട് അപമര്യാദയായി പെരുമാറിയത് തിരിച്ചറിഞ്ഞ ചാനൽ മേധാവി സംവിധായകനെ മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ നായികയും സംവിധായകനുമായുള്ള പ്രശ്നം പരിഹരിച്ചപ്പോൾ അതിലെ നായകനായ ബാലു എന്ന ബിജു സോപാനത്തിന്റെയും നടൻ ശ്രീകുമാറിന്റെയും പേരിൽ ലൈംഗിക പീഡന കേസ് ഉയർന്നു വന്നു. അവിടം കൊണ്ടും തീർന്നില്ല. ബാലുവിന്റെയും നീലുവിന്റെയും മകനായി അഭിനയിച്ച ഋഷി എന്ന മുടിയനുമെത്തുന്നു എന്തൊക്കെയോ പരാതികളുമായി. അങ്ങനെ പലരും ഈ പരമ്പരയിൽ നിന്നു മാറുകയും മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോഴത്തെ കലുഷിതമായ സന്ദർഭത്തിലാണ് സിദ്ധാർത്ഥ പ്രഭുവിന്റെ കടന്നുവരവ്. ഇപ്പോൾ സിദ്ധാർത്ഥ ആവട്ടെ ഒരു കൊലപാതക കുറ്റത്തിൽ പ്രതിയുമായി. ഒരുപാട് താരങ്ങളുടെ ജീവിതോപാധിയായിരുന്നു ഉപ്പും മുളകും എന്ന സീരിയൽ. പണം കൊണ്ടായാലും പ്രശസ്തി കൊണ്ടായാലും ആ പരമ്പരയ്ക്കൊപ്പം ഇവരും ഇവരുടെ കുടുംബങ്ങളുമൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. നിശാ സാരംഗി അവർ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് വലിയൊരു ബ്രേക്ക് കൊടുത്ത പരമ്പരയായിരുന്നു ഇതെന്ന്. ഇതിൽ വന്നതിന് ശേഷമാണ് വീടും കാറും മറ്റെല്ലാ സൗകര്യങ്ങളും നേടിയെടുത്തതെന്ന്. ഏതാണ്ട് 9 വർഷക്കാലത്തോളം അവർ ഈ പരമ്പരയിൽ അഭിനയിച്ചു. അതുപോലെ തന്നെയാണ് ഇതിലെ നായകനായ ബിജു സോപാനത്തിന്റെ കഥയും. ഈ പരമ്പരയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തെ എല്ലാവരും അറിയുന്നത്. കാവാലത്തിന്റെ ശിഷ്യ
ശിഷ്യനായ അദ്ദേഹം ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും അദ്ദേഹത്തെ കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഉപ്പും മുളകിലൂടെയാണ്. തന്നെയുമല്ല, സിനിമയിലേക്കുള്ള അവസരം ഒരുങ്ങിയതും സ്റ്റേജ് ഷോകളിലേക്കുള്ള വഴിവെച്ചതും ഈ പരമ്പരയിൽ വന്നതോടുകൂടിയാണ്. ഏതാണ്ട് 5 വയസ്സ് പ്രായത്തിൽ ഈ പരമ്പരയിൽ അഭിനയിക്കാൻ എത്തിയ കുട്ടിയാണ് അൽസാബത്ത്, അതായത് കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കുട്ടി. അവന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർത്തതും വണ്ടി വാങ്ങിയതും ബാങ്ക് ബാലൻസും പഠിത്തത്തിന്റെ ആവശ്യത്തിനുമൊക്കെ പണം ലഭിച്ചതുമൊക്കെ ഈ പരമ്പരയിലൂടെയാണ്. അന്ന് ബാലതാരമായിരുന്ന ആ കുട്ടി ഇന്ന് കേശു എന്ന ചെറുപ്പക്കാരനായി മാറിയിരിക്കുകയാണ്. ഇതുവരെ വലിയ പേരുദോഷമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അവൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാലുവും നീലുവും മുടിയനും ഇല്ലാതെ പുതിയ കുറെ കഥാപാത്രങ്ങളും പഴയ കുറച്ച് കഥാപാത്രങ്ങളുമായിട്ടാണ്. ഈ കുടുംബത്തിൽ ലച്ചുവിന്റെ ഭർത്താവായി മരുമകനായി വന്നു ചേർന്ന ആളാണ് സിദ്ധു എന്ന സിദ്ധാർത്ഥ പ്രഭു. കണ്ണീർ സീരിയലുകൾ കണ്ടുമടുത്ത പ്രേക്ഷകർക്ക് വേറിട്ടൊരനുഭവമായിരുന്നു കുടുംബങ്ങളിലെ പച്ചയായ ജീവിതാവിഷ്കാരം തുറന്നു കാട്ടുന്ന ഈ പരമ്പര. സീരിയലുകൾ പൊതുവെ ഇഷ്ടമല്ലാത്തവരും ഇതിന്റെ പ്രേക്ഷകരാണ്. സിദ്ധാർത്ഥ് ഇതിൽ എത്തിയതോടുകൂടി അല്പം മങ്ങലേറ്റിരുന്ന ഈ പരമ്പര ഒന്നുകൂടി ഉഷാറായി നല്ല രീതിയിൽ വരികയായിരുന്നു. കൂടാതെ വിട്ടുപോയ ചില താരങ്ങളൊക്കെ തിരികെ വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് സിദ്ധാർത്ഥ്. അദ്ദേഹം ഈ പരമ്പരയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുമായിരുന്നു. ആ സമയത്താണ് സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ മദ്യം വില്ലനായി എത്തിയത്. മദ്യം കഴിക്കുന്നതും കഴിക്കാത്തതുമൊക്കെ അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അത് അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആർക്കാണ് പ്രശ്നം? മദ്യപിച്ച് ലക്ക് കെട്ട് ഡ്രൈവ് ചെയ്ത് മറ്റുള്ളവർക്ക് അപമാനവും ജീവഹാനിയും സൃഷ്ടിക്കും വിധം പൊതുവിടങ്ങളിൽ അഴിഞ്ഞാടുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് മാത്രമാണ് ഗവൺമെന്റ് മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന കർശന നിയമം വെച്ചിരിക്കുന്നത്. ഇവിടെ സിദ്ധാർത്ഥിന്റെ മദ്യപാന ആഘോഷം കൊണ്ട് പൊലിഞ്ഞു പോയത് ഒരു പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരനായ തങ്കരാജിന്റെ ജീവനാണ്. ഉപജീവനത്തിനായി ലോട്ടറി വിൽക്കുന്ന അയാളെയും പ്രതീക്ഷിച്ച് ഒരു കുടുംബം കാത്തിരിപ്പുണ്ടെന്നുള്ളത് ഓർക്കണം. മദ്യലഹരിയിൽ അപകടമുണ്ടാക്കിയത് മാത്രമല്ല, ലക്കും ലഗാനുമില്ലാതെ അവിടെ തടിച്ചുകൂടിയ നാട്ടുകാരോടും പോലീസുകാരോടുമൊക്കെ കുതിര കയറി വയലന്റ് ആവുകയും ചെയ്തു. അവിടെ കൂടിയ നാട്ടുകാർ അയാളെ പിടിച്ചു കെട്ടി പഞ്ഞിക്കിടുന്നതും ഉപദ്രവിക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതല്ലേ. പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെയാണ് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. സിദ്ധാർത്ഥിനെ നാട്ടുകാർ ഉപദ്രവിക്കുന്നത് കണ്ട് സീരിയൽ നടൻ ജിഷിൻ അതിനെതിരെ രംഗത്ത് വന്നു. പ്രബുദ്ധ കേരളമേ, ഇത് കാണുന്നില്ലേ? അട്ടപ്പാടിയിലെ മധുവിനെ ഉപദ്രവിക്കുമ്പോൾ മാത്രമാണോ നിങ്ങളുടെ പ്രബുദ്ധത ഉണരുന്നത്? ഇവനൊരു സെലിബ്രിറ്റി ആയതാണോ കുറ്റം? സെലിബ്രിറ്റികൾക്കും ഇവിടെ ജീവിക്കണ്ടേ? ക്രിസ്തുമസും ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്നൊക്കെ ഇരിക്കും എന്ന് തുടങ്ങി ജിഷിൻ കുറെ രോക്ഷപ്രകടനം കാഴ്ചവെച്ചു. ജിഷിൻ ഒന്ന് ഓർക്കണം, അട്ടപ്പാടിയിലെ മധു മദ്യപിച്ച് വണ്ടി ഓടിച്ചാരെയും കൊന്നിട്ടില്ല. വിശപ്പ് സഹിക്കാനാവാതെ അല്പം ആഹാരമെടുത്ത് വിശപ്പടക്കിയതിനാണ് അദ്ദേഹത്തെ അടിച്ചു കൊന്നത്. അതിനെതിരെയാണ് ഇവിടത്തെ പ്രബുദ്ധ കേരളം ഉണർന്ന് പ്രതികരിച്ചത്. ജിഷിൻ പറയുന്നു, ആഘോഷവേളകളിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചിരിക്കുമെന്ന്. എന്നാൽ വിവരമറിയും. അതിന്റെ വിവരമാണല്ലോ നാട്ടുകാർ അപ്പോൾ തന്നെ കൊടുത്തത്. ബാക്കി വരാനിരിക്കുന്നതേ ഉള്ളൂ. തങ്കരാജ് മരണപ്പെട്ടതിനെ കുറിച്ച്, ആ കുടുംബത്തിന്റെ വേദനയെ കുറിച്ച് ജിഷിനൊന്നും പറയാനില്ലേ? അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറയില്ലെന്നറിയാം. കാരണം പാവപ്പെട്ടവന്റെ വേദന നിങ്ങൾക്കൊരു പ്രശ്നമല്ലല്ലോ. അയാൾ ഒരു ദരിദ്രനായ മനുഷ്യനാണ്. അയാളുടെ ജീവന് ഒരു വിലയുമില്ലല്ലോ. ആഘോഷങ്ങളൊക്കെ നല്ലതാണ്, എന്നാൽ നിങ്ങളുടെ ആഘോഷം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാകരുത്. നല്ലൊരു ഭാവിയുള്ള കലാകാരനായിരുന്നു സിദ്ധാർത്ഥ്. അദ്ദേഹമാണ് ഈ ദുരവസ്ഥയിൽ എത്തപ്പെട്ടതെന്ന് ഓർക്കുക. എന്താഘോഷത്തിന്റെ പേരിലായാലും ഇത്തരം പ്രവണതകളെയും ചെയ്തികളെയും നിരുത്സാഹപ്പെടുത്തേണ്ടത് ജിഷിനെ പോലെയുള്ള കൂട്ടുകാരുടെ ചുമതലയാണെന്ന് ഓർക്കുക. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന നടന്മാർക്കാണെങ്കിലും നടിമാർക്കാണെങ്കിലും ഇതൊരു പാഠമാകട്ടെ. ഈ ആഘോഷം കൊണ്ട് നേടിയെടുത്തത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ തല്ലി തകർത്തതും സിദ്ധാർത്ഥ് ഒരു കൊലക്കേസിൽ പ്രതിയാവുകയും ചെയ്തു എന്നതാണ്. സിദ്ധാർത്ഥ് തെറ്റുകളൊക്കെ മനസ്സിലാക്കി തിരുത്തി അതിന് പ്രായശ്ചിത്തവും ചെയ്ത് നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.